നമസ്തേ. ഹിജാബ് ധരിക്കണോ വേണ്ടയോ എന്നത് ഒരു വസ്ത്രത്തിന്റെ മാത്രം ചോദ്യമല്ല. ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശം, മതസ്വാതന്ത്ര്യം, വ്യക്തിസ്വാതന്ത്ര്യം, സ്കൂളിന്റെ അച്ചടക്കം, ഇവ നാലും ഒരേ സമയം ഏറ്റുമുട്ടുന്നിടത്താണ് ഹിജാബ് വിവാദം വീണ്ടും ചർച്ചയാകുന്നത്. ഉത്തർപ്രദേശിൽ സ്കൂൾ യൂണിഫോമിനൊപ്പം ഹിജാബ് അനുവദിക്കണമെന്ന വിദ്യാർത്ഥിനിയുടെ ആവശ്യം അലഹബാദ് ഹൈക്കോടതി തള്ളിയതോടെ ചോദ്യം വീണ്ടും ശക്തമാകുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ വസ്ത്രധാരണത്തിന് എത്രത്തോളം അവകാശമുണ്ട്? അതേസമയം ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസ മതാചാരങ്ങളുടെ പേരിൽ നിയന്ത്രിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സമൂഹം അതിനെ എങ്ങനെ കാണണം? കർണാടക മുതൽ ഉത്തർപ്രദേശ് വരെ ഇന്ത്യയിൽ ഈ ചോദ്യം ആവർത്തിക്കുകയാണ്. അതേസമയം ഇറാനിൽ നിർബന്ധിത ഹിജാബിനെതിരെ സ്ത്രീകൾ നടത്തുന്ന പ്രതിഷേധവും മറ്റൊരു വശത്ത് തുടരുന്നു. അതുകൊണ്ട് തന്നെ ഹിജാബ് എന്ന വിഷയം മതവിശ്വാസത്തിന്റെ അവകാശമോ സ്ത്രീയുടെ സ്വാതന്ത്ര്യമോ സ്ഥാപനങ്ങളുടെ നിയമമോ എന്ന ഒറ്റ ചോദ്യത്തിൽ ഒതുങ്ങുന്നില്ല. സ്കൂൾ യൂണിഫോമിനൊപ്പം ഹിജാബ് ധരിക്കാൻ അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട് ഉത്തർപ്രദേശിലെ മുസ്ലിം വിദ്യാർത്ഥിനി സമർപ്പിച്ച ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി. ഹിജാബ് ഇസ്ലാമിൽ അവിഭാജ്യ ഘടകമല്ല എന്ന് വിലയിരുത്തിയാണ് കോടതി ഹർജി തള്ളിയത്. ഹിജാബ് ധരിക്കുന്നത് ഇസ്ലാം മതവിശ്വാസത്തിൽ ഒഴിവാക്കാനാകാത്ത അവിഭാജ്യ ആചാരമാണെന്ന് സമർത്ഥിക്കുന്നതിന് ആവശ്യമായ രേഖകളോ തെളിവുകളോ ഹാജരാക്കാൻ ഹർജിക്കാരിക്ക് സാധിച്ചിട്ടില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസ് ജെ മുനീർ, ജസ്റ്റിസ് ഇന്ദ്രജിത് ശുക്ല എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് പ്രയാഗ്രാജിലെ ടാഗോർ പബ്ലിക് സ്കൂളിലെ +1 വിദ്യാർത്ഥിനി സുകൈന റിസ്വി നൽകിയ ഹർജിയിൽ വിധി പ്രസ്താവിച്ചത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പൊതുവായതും വിവേചനരഹിതവുമായ യൂണിഫോം കോഡ് നടപ്പിലാക്കാൻ അധികൃതർക്ക് അവകാശമുണ്ടെന്ന് കോടതി വിധിയിൽ വ്യക്തമാക്കുന്നു. സ്കൂളുകളിലെ അച്ചടക്കവും സ്ഥാപനത്തിന്റെ പൊതു സ്വത്വവും സംരക്ഷിക്കുന്നതിന് കൃത്യമായ ഡ്രസ് കോഡ് ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ സമത്വം വളർത്താനും വിദ്യാലയങ്ങളിൽ മതനിരപേക്ഷമായ അന്തരീക്ഷം ഉറപ്പാക്കാനും യൂണിഫോം സഹായിക്കുമെന്നും കോടതി വിലയിരുത്തി. മുൻപ് 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ തലമറച്ച് പഠിക്കാൻ സ്കൂൾ അധികൃതർ തടസ്സം പറഞ്ഞിരുന്നില്ല എന്ന വാദം സ്ഥിരമായ അവകാശമായി ഉന്നയിക്കാനാകില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഭരണഘടനയുടെ 25ാം അനുച്ഛേദ പ്രകാരം മതസ്വാതന്ത്ര്യം ആവശ്യപ്പെടുമ്പോൾ അത് സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. ഈ വിഷയത്തിൽ കർണാടക ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് പരാമർശിച്ച അലഹബാദ് ഹൈക്കോടതി തട്ടവും യൂണിഫോമും ഒരുമിച്ച് ഉപയോഗിക്കാൻ അനുവാദം നൽകേണ്ടതില്ലെന്ന നിലപാടിൽ മാറ്റം വരുത്താൻ തക്കതായ കാരണങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടി. സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് യൂണിഫോമിൽ മാറ്റം വരുത്താൻ വിദ്യാർത്ഥികൾക്ക് അവകാശപ്പെടാനാകില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഹർജി പൂർണ്ണമായും തള്ളിയത്. അതേസമയം ഇറാനിൽ വീണ്ടും ഹിജാബ് വിവാദം. അമേരിക്കയുമായുള്ള യുദ്ധം, രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി എന്നിവയ്ക്കിടെയാണ് ഹിജാബ് നിയമം കൂടുതൽ കർശനമായി നടപ്പാക്കണമെന്ന ആവശ്യവുമായി യാഥാസ്ഥിതിക വിഭാഗങ്ങൾ രംഗത്തെത്തിയത്. അടുത്തിടെ യുദ്ധവിരുദ്ധ പരിപാടികളിൽ ഹിജാബ് ധരിക്കാതെ സ്ത്രീകൾ പങ്കെടുത്തതാണ് ഇവരെ ചൊടിപ്പിച്ചത്. നിരവധി ഇറാനിയൻ സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ ഹിജാബ് ധരിക്കാതെ പ്രതിഷേധം തുടരുകയാണ്. സോഷ്യൽ മീഡിയയിലും ഇത് പടർന്നു പിടിച്ചിട്ടുണ്ട്. ഹെൽമറ്റ് ധരിച്ച് ഹിജാബ് ഇല്ലാതെ ടെഹ്റാനും മറ്റു നഗരങ്ങളിലുമുള്ള സ്ത്രീകൾ സ്കൂട്ടറിലും മോട്ടോർ ബൈക്കുകളിലും സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതോടെ ഹിജാബ് നിയമം കർശനമായി നടപ്പാക്കണമെന്ന ആവശ്യം ശക്തമായി. പിന്നാലെ ഹിജാബ് നിയമം പാലിച്ചില്ലെന്നാരോപിച്ച് കഫേകൾ, റെസ്റ്റോറന്റുകൾ, വസ്ത്രശാലകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന നടപടികൾ ശക്തമാകുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇറാനിൽ നിർബന്ധിത ഹിജാബ് നിയമം 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം നിലവിലുണ്ട്. രാജ്യത്തെ ഇസ്ലാമിക പെനൽ കോഡിലെ ആർട്ടിക്കിൾ 638 പ്രകാരം പൊതുസ്ഥലങ്ങളിൽ ഇസ്ലാമിക ഹിജാബ് ഇല്ലാതെ പ്രത്യക്ഷപ്പെടുന്നത് കുറ്റകരമാണ്. അതേസമയം ഹിജാബ് നിയമം കർശനമായി നടപ്പാക്കുന്നതിനെതിരെ രാജ്യത്തിനകത്തു നിന്നും വിമർശനം ഉയരുന്നുണ്ട്. യുദ്ധവും സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്ന സാഹചര്യത്തിൽ വിലക്കയറ്റവും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് പകരം ഹിജാബിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യവും ഉയരുന്നു. ഹിജാബ് വിഷയം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു വരാറുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ കണ്ട ഒരു രസകരമായ ഒരു കുറിപ്പുണ്ട്, അതൊന്ന് വായിക്കാം. അത് എഴുതിയിരിക്കുന്നത് കണ്ടന്റ് ക്രിയേറ്ററും ഒക്കെ ആയിട്ടുള്ള ഇൻഫ്ലുവൻസറൊക്കെയാണ്. മെറീന ഡെയ്സി ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. അബ്ദുള്ളയ്ക്കും ടീമിനും ബീച്ചിൽ പോയി മതം ചർച്ച ചെയ്യാം. മതേതര കേരളത്തിൽ അതിന് യാതൊരു വിലക്കുമില്ല. അത് വീഡിയോ എടുക്കാം, എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ആക്കാം, അതും കുഴപ്പമില്ല. ഇത് തന്നെ കാവി ധരിച്ച 5-6 സ്വാമിമാർ ഇറങ്ങി ചെയ്തിരുന്നു എന്ന് കരുതുക, എന്തുണ്ടാവും? അപ്പ തകരും മതേതരത്വം. ഇപ്പോൾ അവകാശമാണെന്ന് പറഞ്ഞ് വായിൽ പഴം തിരുകിയിരിക്കുന്നവനൊക്കെ വിപ്ലവം പറഞ്ഞ അന്നേരം ഇറങ്ങും. പെൺമക്കൾ കറി വയ്ക്കണമെന്ന് മുഖ്യൻ പറഞ്ഞാൽ അവർ അത് വിവാദമാക്കും. എന്നാൽ പെണ്ണുങ്ങൾ ചാക്കിലിരിക്കണമെന്ന് ചിലരൊക്കെ പറഞ്ഞാൽ അവർ ഒരക്ഷരം മിണ്ടില്ല. വിദ്യാഭ്യാസമോ മതമോ എന്ന് ചോദിച്ചാൽ മതം എന്ന് പറയുന്നവൻ മതേതരവാദിയാണെന്നാണ് എന്നോട് ഒരു വിപ്ലവ സിംഹം പറഞ്ഞത്.
തട്ടമിട്ടില്ല സ്കൂളിൽ പോകണ്ട എന്ന് പറയുന്ന മാതാപിതാക്കൾ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ നിഷേധിക്കുന്നവരല്ലേ എന്ന് ചോദിച്ചാൽ അത് നോക്കണ്ട, തട്ടമിട്ടാണെങ്കിലും പഠിക്കാനെങ്കിലും ഇപ്പോൾ വിടുന്നുണ്ടല്ലോ, അത്രയും നോക്കാൻ ഉപദേശം. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തത് തലച്ചോറ് മതം തിന്നവനൊപ്പമാണോ ലോകം മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കേണ്ടത്? അതിനുമപ്പുറം 2026 പാലിക്കപ്പെടേണ്ട മിനിമം കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്കൊന്നും പറയാനില്ലേ? പാകിസ്ഥാൻ ആക്രമിച്ചാൽ ബോധമില്ലാത്ത ഭീകരർ പലതും ചെയ്യും, സാരമില്ല പോട്ടെ, എന്നാൽ അതിന് തിരിച്ചടിച്ചാൽ ഇന്ത്യ മോശം. മനുഷ്യാവകാശ ലംഘനം. ഇസ്രായേലിനോടും ഇതേ ഇരട്ടത്താപ്പ് തന്നെയാണ്. ഒരുമാതിരി പ്രാന്തുള്ളവർ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവന് പ്രാന്തല്ലേ വിട്ടുകള എന്ന് പറയുന്നത് പോലെയാണ് ഇവരോടുള്ള വിട്ടുകളയിൽ പലർക്കും. എന്താണ് കാരണം? ഇവിടെ എന്താണ് വർഗീയത ബാധകമല്ലാത്തത്? കാവി കാണുമ്പോൾ മാത്രം മതേതരത്വം ഉണരുന്ന സൂക്കേടിന്റെ പേരറിയാത്തത് കൊണ്ട് ചോദിക്കുക. ചോദ്യം ആവർത്തിക്കുകയാണ്. ലോകം മുന്നോട്ട് പോകാൻ തലച്ചോറ് മുന്നോട്ട് ചിന്തിക്കുന്നവരെ ആണോ പിന്നോട്ട് ചിന്തിക്കുന്നവരെയാണോ നോക്കിയാണോ പോകേണ്ടത്? അങ്ങനെയെങ്കിലും പെൺപിള്ളേർ പഠിക്കട്ടെ. എങ്ങനെയെങ്കിലും തട്ടവിട്ടോ ഇടാതെയോ വീട്ടുകാരും സമുദായം പറയുന്നത് പോലെ ഒരു പെട്ടിക്കുള്ളിൽ പെട്ടി പോലെ വളർന്ന് വലുതാക്കാൻ അല്ലല്ലോ സ്കൂളിലേക്ക് കുട്ടിയെ വിടുന്നത്. അങ്ങനെ കൊച്ചിനെ ഷെല്ലിനുള്ളിൽ ആക്കുന്നതിലും നല്ലത് വീട്ടുകാരെയും സമുദായത്തെ നന്നാക്കാൻ നോക്കിയാൽ പോരെ? ഈ ഒരു കൊച്ചു മാത്രമാണോ? എത്ര പിള്ളേർ രക്ഷപ്പെടും? അത് പറ്റില്ല. ആ സമുദായം വോട്ട് ചെയ്യില്ല, പോരാത്തതിന് കയ്യും വെട്ടും. അപ്പോൾ അതാണ് കാര്യം. തലയ്ക്ക് സുഖമില്ലാത്ത ഒരുത്തിനെ പേടിച്ച് നാട് മുഴുവൻ നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ് കുറെ പേര്. പക്ഷെ നിൽക്കുന്നത് പ്രാന്തനെ ഇപ്പോൾ തല്ലിക്കൊല്ലും എന്ന മോഡലിലാണ്. എന്നാൽ തല്ലിക്കൊല്ലുക പ്രാന്തനെ പൊക്കാൻ വന്ന ഡോക്ടറിനെ ആയിരിക്കും. ചോദിച്ചാൽ പറയും പ്രാന്തനെ പൊക്കാൻ ഇവിടെ ഞങ്ങൾ വിപ്ലവക്കാർ ഉള്ളിടത്തോളം അനുവദിക്കില്ല എന്ന്. നടക്കട്ടെ, മതേതരത്വം ആണല്ലോ വലുത്. ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. എന്തായാലും ഈ ഒരു പോസ്റ്റ് വൈറലായിട്ടുണ്ട് നല്ല രീതിയിൽ. അതിന് ഒരുപാട് കമൻസ് ഒക്കെ വരുന്നുണ്ട്. ശരിക്കും ഒരു എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവങ്ങളാണ് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഇന്ത്യയിൽ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് വലിയ രാഷ്ട്രീയ സാമൂഹിക നിയമ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മതസ്വാതന്ത്ര്യം, വ്യക്തിയുടെ അവകാശം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡ്രസ് കോഡ്, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവ തമ്മിലുള്ള സംഘർഷമായാണ് പ്രധാനമായും ഈ വിഷയത്തെ കാണുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ശ്രദ്ധ നേടിയ സംഭവം കർണാടകയിലെ ഹിജാബ് വിവാദമായിരുന്നു. ഉടുപ്പിയിലെ സർക്കാർ കോളേജിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനികളെ ക്ലാസ്സിൽ പ്രവേശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പിന്നീട് സംസ്ഥാനതല വിവാദമായി മാറിയത്. ഹിജാബ് ധരിക്കുന്നത് തങ്ങളുടെ മതവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് വിദ്യാർത്ഥിനികൾ വാദിച്ചപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള യൂണിഫോം പാലിക്കണമെന്നായിരുന്നു മറുവാദം. തുടർന്ന് കർണാടക സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചു. വിഷയം കർണാടക ഹൈക്കോടതിയിലെത്തുകയും സർക്കാർ സ്ഥാപനങ്ങളിലെ യൂണിഫോം സംബന്ധിച്ച നിയന്ത്രണത്തെ കോടതി ശരിവെക്കുകയും ചെയ്തു. പിന്നീട് കേസ് സുപ്രീം കോടതിയിലെത്തി. 2022 ഒക്ടോബറിൽ സുപ്രീം കോടതിയിലെ 2-അംഗ ബെഞ്ചിൽ വ്യത്യസ്ത വിധികളാണ് ഉണ്ടായത്. ഇതോടെ വിഷയം വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടേണ്ട സാഹചര്യമുണ്ടായി. ഹിജാബ് വിവാദം കർണാടകയിൽ മാത്രം ഒതുങ്ങിയില്ല. മുംബൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും കോളേജുകളുടെ ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ഹിജാബ്, ബുർക്ക, നിഖാബ് എന്നിവ സംബന്ധിച്ച നിയന്ത്രണങ്ങൾ ചർച്ചയായി. ഇത്തരം കേസുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അച്ചടക്കവും വിദ്യാർത്ഥികളുടെ വ്യക്തിപരമായും മതപരമായുമുള്ള അവകാശങ്ങളും തമ്മിലുള്ള സന്തുലനമാണ് പ്രധാന വിഷയമായത്. ഹിജാബ് വിവാദത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഒരാൾക്ക് തന്റെ മതവിശ്വാസത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ഭാഗമാണ് എന്നാണ്. എന്നാൽ എതിർക്കുന്നവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എല്ലാവർക്കും ഒരേ ഡ്രസ് കോഡ് ബാധകമാകണമെന്നും മതപരമായ വസ്ത്രധാരണം സ്ഥാപനത്തിന് നിഷ്പക്ഷതയെ ബാധിക്കരുതെന്നും വാദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഹിജാബ് വിവാദം ഒരു വസ്ത്രധാരണ തർക്കം മാത്രമല്ല. മതസ്വാതന്ത്ര്യം എവിടെ അവസാനിക്കുന്നു, സ്ഥാപനങ്ങളുടെ നിയമങ്ങളും അച്ചടക്കവും എവിടെ തുടങ്ങുന്നു എന്ന അടിസ്ഥാന ഭരണഘടനാ ചോദ്യമാണ് ഈ വിവാദത്തിന്റെ കേന്ദ്രത്തിൽ. ഹിജാബ് ധരിക്കുന്ന വ്യക്തിയുടെ അവകാശവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിയന്ത്രണാധികാരവും തമ്മിലുള്ള ഈ തർക്കത്തിന് രാജ്യത്തെ കോടതികളുടെ അന്തിമ നിലപാട് നിർണായകമാകും. അതുവരെ ഇന്ത്യയിലെ ഹിജാബ് വിവാദം മതം, വ്യക്തിസ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം, ഭരണഘടന എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള വലിയ ദേശീയ ചർച്ചയായി തുടരും. അവസാനം ചർച്ച ചെയ്യേണ്ടത് ഹിജാബ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമല്ല, ഒരു പെൺകുട്ടിക്ക് അവളുടെ വിശ്വാസവും വ്യക്തിസ്വാതന്ത്ര്യവും ഒരുമിച്ച് സംരക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാനാകുമോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. മതസ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുമ്പോഴും വിദ്യാഭ്യാസത്തിന് വിലങ്ങുതടിയാകുന്ന നിർബന്ധങ്ങളെ ചോദ്യം ചെയ്യുക തന്നെ വേണം. അതുപോലെ തന്നെ യൂണിഫോമിന്റെയും സ്ഥാപനങ്ങളുടെയും നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ വ്യക്തിയുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും പരിഗണിക്കപ്പെടണം. നിങ്ങളുടെ അഭിപ്രായത്തിൽ സ്കൂളിൽ മതപരമായ വസ്ത്രധാരണത്തിന് അനുമതി നൽകണമോ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ യൂണിഫോം നിയമങ്ങൾക്കാണോ മുൻഗണന നൽകേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് തുറന്നു പറയൂ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഒപ്പം തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.
HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.